ഹലോ മച്ചമ്മ കേൾപ്പറങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിപ്പം കൊച്ചി എറണാകുളം പടമുകളല്ലേ അതെ പടമുകൾ നിൽക്കുകയാണ്. നമ്മൾ പടമുകളിൽ നിന്ന് പറ്റിക്കാൻ വന്ന സലാഹുദ്ദീൻ ഇക്കാടെ വൈഫിനെയാണ്. ഇത് നമുക്ക് ഈ പ്രാങ്ക് തന്നെ സെറ്റ് ചെയ്ത ശ്രീപുരമാണ്. താങ്ക് യു നമസ്കാരം. അതിൻ്റെ നമ്മളിവിടെ നിന്ന് അഭിനയിക്കാനായിട്ട് കിടിലൻ 2 ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്ന് അൻവർ ഭായ് എന്ന് പറഞ്ഞ മെയിൻ ആളുണ്ട്. അതിനേക്കാളും വെറൈറ്റി ആയിട്ട് നമ്മൾ എവിടുന്ന് ആർട്ടിസ്റ്റിനെ ഇറക്കും. അന്യസംസ്ഥാന തൊഴിലാളിയായ രാഹുൽ, നമ്മുടെ ഹോട്ടലിലെ അലിയുടെ അനിയനാണ് രാഹുൽ. അലി നാട്ടിൽ പോയപ്പോഴത്തേക്കും വന്നതാണ്. രാഹുലിന് അഭിനയിക്കാനൊക്കെ ഒരു ആഗ്രഹം, എന്നാൽ പിന്നെ ഇറക്കാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ തീമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ വീട്ടിൽ നിന്ന് വണ്ടിക്കകത്തുനിന്ന് നമ്മൾ കുറച്ച് മയക്കുമരുന്ന് പിടിക്കുന്നൊരു കേസാണ്. എങ്ങനെ ആള് ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് വെച്ചാൽ ക്യാമറ നമ്മുടെ കൂടെ വരും. എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഞങ്ങൾ സ്ക്വാഡായിട്ട് വരുമ്പോൾ ചെല്ലുന്ന ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടില്ലാണ് മീഡിയ പ്രസൻസ്. ക്യാമറയായിട്ട് അച്ചു വരുമ്പോൾ, അതായത് അച്ചു മീഡിയക്കാരനെ തെളിവിന് വേണ്ടി കൊണ്ടുവരുന്ന കണക്ക് എടുക്കുന്നത്. ശ്രീബ്രോയ്ക്ക് ചുമയായതുകൊണ്ട് ഈ വർക്കിൽ ശ്രീബ്രോ ഇല്ലേ? ഓ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് വിളിച്ചായിരുന്നു, പക്ഷേ എല്ലാവർക്കും വരാൻ സമയമില്ലായിരുന്നു. നമുക്ക് ഒന്നാമതിപ്പം തന്നെ ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ വീടിൻ്റെ അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലാണ് നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഇല്ലേ? അപ്പോൾ ജോ ബൈ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവരാണ് പറ്റിക്കാൻ പോകുന്നത്. നമസ്കാരം, നിങ്ങൾ കേരള പോലീസിൽ നിന്ന് വരുവാണ്. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. സാധനം അകത്തിരിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ സ്കോഡിൽ നിന്നാണ്. സാർ ID കാർഡ് ഒന്ന് കാണിച്ചു അവരത്. ഞങ്ങൾ കേരള പോലീസിൽ നിന്ന് വന്നവരാണ്. നർക്കോട്ടിക്സ് സ്ക്വാഡാണ്. നമുക്കിവിടെ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാധനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കങ്ങ് പോകുമായിരുന്നു. സാധനം എന്തെന്നറിയില്ലേ സാറേ? അവനെ വണ്ടി നീ ഇറക്കാം. മീഡിയ പ്രസൻസോട് കൂടിയാണ് പുള്ളിക്കാരൻ. മീഡിയയിലാണ് കാര്യം. ഇതിനു മുമ്പ് ഞങ്ങൾ നടത്തിയൊരു സ്ക്വാഡിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകാം. അപ്പം എനിക്കിവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. എനിക്കിവിടെ ഉണ്ടെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. ഇവിടെ വിൽക്കുന്നൊരു ബായി ഉണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വിളിച്ചോ. मैडम 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 इദ്ദേഹത്തെ അറിയോ? അറിയത്തില്ലേ? आप जानते हैं इसको? होगा जानते हैं? हाँ मालूम? हाँ मालूम है। किधर से देखा है इसको? उसको मार्केट में गया था, हाँ, मार्केट में देखा है। മാർക്കറ്റ് വെച്ച് കണ്ടിട്ടാണെന്ന്. അപ്പം ഇവരെയാണോ ഇസ്കോ ദിയാ ഓ സാമാൻ? हाँ हाँ इसको दिया। ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതിനാണെങ്ങനെ. മാഡം ഫോൺ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ സൗകര്യമായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടോ ഇവിടെ? ഹസ്ബൻഡ് ഉണ്ടോ? ഇപ്പൊ പുറത്തേക്ക് പോയുള്ളൂ. ഹലോ എന്നെ എങ്ങനെ എനിക്കറിയാവുന്നേ? ഹലോ वो सामान लेके ये किधर रखा है? देखा सामान बैग है। बैग है? हाँ हाँ। बाद में स्कूटी पर डाला है। इसमें डाला? हाँ हाँ ഹലോ നിങ്ങളെ സ്കൂട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടെന്നാ പറയുന്ന സാമാൻ. സ്കൂട്ടിക്കകത്ത് സ്കൂട്ടിക്കകത്ത് സ്കൂട്ടി ചാവി ഒന്ന് എടുക്കാം. किधर है? स्कूटी के ये स्कूटी में ഒന്ന് ഓപ്പൺ ചെയ്താ. ആ क्या देखो इसमें। ഓയെ हाँ देखो इसमें वो सामान है. देख- ഊ ഫോക്കസ് ഇവർ മിക്സ് ചെയ്ത് വെച്ചേക്കാണല്ലോ സാറേ ഇത്.
നമ്മൾ എവിഡൻസ് കണ്ടെടുത്തത് എന്താണത് മാഡം? ഇതാരോ വണ്ടി ആർത്തി ബുക്കാരല്ല. എന്ത് പേരിലാണ്? ഇത് വണ്ടി താക്കോല് തന്നെ ഇവിടെ ഇട്ടേക്കണ കണ്ടില്ലേ? അല്ല മാഡം, നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത് നിങ്ങൾ വന്നത് വാങ്ങി വാഴക്കാല മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നാണ്. പള്ളി പോയേക്കായിരുന്നു, ആളിപ്പോഴേ പുറത്തേക്ക് പോയുള്ളൂ. അന്ന് വിളിച്ചേന്റെ ആളെ ഒന്ന് വിളിച്ചേ. താക്കോല് തന്നെ പുറത്തെടുക്കണ കണ്ടില്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുവോ? എടാ, ഇത് ഡീൽ ചെയ്യുന്നവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും അവർ സീക്രട്ടായിട്ട് ഈ പബ്ലിക്കായിട്ട് തന്നെ അവർ കൊണ്ടുവന്ന് വെക്കുന്നത്. പബ്ലിക് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ വെക്കുവോ? നമുക്ക് താക്കോല് ഇത് നിങ്ങളുടെ ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങൾ മാത്രമാണോ അതോ വണ്ടി? ഹലോ, ഇവിടെ പോലീസ് സാറേ ഇത് അല്ലല്ല സാറേ, ഇത് ഫോറൻസിക് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് വാക്ക് ചെയ്യാം. അവരെ കൂടെ വിളിക്കാം. ഹലോ, താങ്കളുടെ പേരെന്തായിരുന്നു? ഹലോ, താങ്കളുടെ വീട്ടിൽ നിന്ന് അല്പം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ താങ്കൾ ഇവിടെ വരെ എത്തേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ വരാമെന്നാണ് പറയുന്നത്. അതെ, ഞാനൊരു സാറേ, നമുക്ക് ഒരു ലേഡി പോലീസിനെ കൂടെ വിളിക്കാം. നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ മകന് ആർ സി ബുക്ക് നിങ്ങളുടെ പേരിലല്ലേ വണ്ടിയുടെ? അല്ല മാഡം, ഞങ്ങൾ പ്രൊസീജിയർ പറഞ്ഞുതരാം. നമ്മളൊരു സാധനം കിട്ടിയെന്ന് വെച്ചോ, അത് എവിടെ ഇരിക്കുന്ന ആ ഏരിയയിലുള്ള എല്ലാവരെയും കൊണ്ടുപോകും. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡാണ് ഇത് കൊണ്ടുവച്ചേക്കുന്നെങ്കിൽ പുള്ളിനെ കൊണ്ടുപോകും. പ്ലസ് നിങ്ങളുടെ വണ്ടിയിൽ നിന്നാണ് കിട്ടിയത്, നിങ്ങളെ കൊണ്ടുപോകും. പുള്ളി വരട്ടെ, പുള്ളി കൂടെ പറയട്ടെ. പുള്ളി അല്ലാത്തതാണെങ്കിൽ ഞങ്ങളെ തന്നെ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ആരെങ്കിലും കൊണ്ടുപോയിട്ട് കാരണം എങ്ങനെ അറിയാം? हाँ മലയാളം അറിയില്ല. മലയാളം അറിയില്ലേ? ആ കുച്ചിരി കുച്ചിരി അറിയോ? ജാസ്തി അറിയില്ല. എന്നെ എങ്ങനെ അറിയാം എനിക്ക്? ഇവ ഉണ്ടല്ലോ, ഇവിടുത്തെ പിള്ളേർക്കെല്ലാം കൊണ്ട് ഈ കണ്ട എല്ലായിടത്തും കൊണ്ട്. നിങ്ങളാരാണ്? ഭർത്താവാണ്. നിങ്ങളുടെ ഭാര്യയുടെ വണ്ടിയിൽ നിന്ന് നമുക്ക് ഇത്ര പാക്കറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. ഇവനെ അറിയാം? എന്റെ വണ്ടിയിലും താക്കോല് വരെ പുറത്ത് എടുക്കണ്. അല്ല, ഈ സാധനം വാങ്ങിക്കുള്ള പൈസ എവിടുന്നിട്ട്? ഓ, ഇവനെ നമ്മൾ വിൽക്കുന്നിടത്തുനിന്ന് എടുത്തത്. ഇയാളെ എന്താ അറിയാന്നൊക്കെ പറയണത്? ഇയാൾക്ക് മാർക്കറ്റിൽ നിന്ന് കണ്ടിട്ടുണ്ട് തന്നെ. ഏത് മാർക്കറ്റിൽ നിന്ന് കാണാനായിട്ട്? ഇവൻ വിറ്റ എല്ലാ വീടുകളിലും പോയി. അപ്പൊ അവനെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഇന്നൊരാളുടെ വണ്ടിയിലോട്ട് അവിടെ വെച്ചിട്ടുണ്ട്. മിസ്റ്റർ, താങ്കൾക്കറിയാലോ, ഒരു സാധനം എവിടുന്ന് കിട്ടുന്നു എൻ്റയർ കോമ്പൗണ്ടും അത് നമ്മൾ സീസ് ചെയ്യും. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ വാഹനം. അതിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓടിച്ചോണ്ട് വെച്ചത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടോ? ഇതുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് ചോദിച്ചിട്ടല്ലേ നിങ്ങൾ വന്നാകുന്നത്? അതെ, ബന്ധമുണ്ടല്ലോ. ബന്ധമുണ്ടാണല്ലോ. കേസ് എടുക്കല്ലാണ്ട് എന്താ പറയണ്ടത്? എന്ത് പറയുമ്പോൾ കാരണം നിങ്ങൾ സ്റ്റേഷനിൽ വന്നേ വരത്തുള്ളൂ. കാര്യം വേറെ ഒന്നും കേസ് എടുക്കട്ടെ. എന്താ പറയാനിപ്പോ? കേസ് എടുക്കട്ടെ. ഇയാളെ എന്നെ എങ്ങനെ അറിയാവുന്ന? നിങ്ങള് ഇനി അഭിനയിക്കാൻ നിൽക്കണ്ട. അറിയാലോ, നിങ്ങളുടെ ഭർത്താവിന് അറിയാം. ഇതിപ്പം ആരുടെ പേരിലാണ് വണ്ടി? ഭാര്യ അറിയാതപ്പോ അതില് വരത്തില്ലല്ലോ. ഞങ്ങള് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. 1 ലക്ഷം രൂപ നിങ്ങൾ ആരുടെയോ അക്കൗണ്ട് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോ? 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല? 1 ലക്ഷം രൂപ ആ, അത് അപ്പം സാധനം കിട്ടിയ റൂട്ട് മനസ്സിലായല്ലോ. അത് മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അത് ഫോറൻസിക് വന്നിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. മാഡം, ഞാനൊരു കാര്യം പറയാം മാഡം. ഒരുപാട് കുട്ടികളും ഇവർക്കെല്ലാം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. മുക്കിനും മൂലയ്ക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവനെ പിടിച്ചപ്പോഴാണ് ഇന്ന് രാവിലത്തെ കച്ചവടത്തെ പറ്റി പറയുന്നത്. ഇവനെ അവിടെ അടുത്തുള്ള കോളേജ് പിള്ളേർക്ക് കൈമാറുന്ന സമയത്താണ് തൂക്കിയത്. ഞങ്ങളെല്ലാം ഈ സ്കോഡിന്റെ വേഷത്തിൽ ഇങ്ങനെ ഈ മുടി വളർത്തി ഈ കോലത്തിൽ നടക്കുന്നതിന്റെ കാര്യം തന്നെ ഇവനെയൊക്കെ തൂക്കാൻ വേണ്ടിയാണ്. സാറേ, നമ്മൾ എത്ര ദിവസം ഇതിന്റെ പുറകെ കിടക്കാം? ഊണുമില്ല ഉറക്കമില്ല, ഇതിന്റെ പുറകെ കിടക്കാം. അവനെ ഒന്നുകൂടെ പറയണം. ഇനിയിപ്പം ഇവിടെ ഈ വാഴക്കാല ഭാഗത്ത് വേറെ എവിടെയും കൊടുത്തിട്ടുണ്ടോ എന്നൂടെ അന്വേഷിക്കണം. മേഡം, എവിടെയൊക്കെയാണ് നിങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളത്? എവിടെയൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്? ഇവൻ്റെ കയ്യിൽ മാത്രമാണോ അതോ വേറെ ആൾക്കാരുണ്ടോ? അല്ല, അത് വനിതാ പോലീസ് കൂടെ വന്നിട്ടാണ്. അവർ ചോദിക്കേണ്ട രീതി ചോദിച്ചോളൂ. ചെയ്യാത്ത കാര്യത്തിന് ഞാൻ എന്തോന്ന് പറയാനാന്നേ? ഞാൻ കൊച്ചിനെ സ്കൂളിലാക്കാൻ പോകും, ഇങ്ങോട്ട് വരും. അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യമായി പോകും. അല്ലാണ്ട് സപ്ലൈ ചെയ്യാനാ ഞാൻ എങ്ങോട്ട് പോവാനാ? മേഡം,
ഇതിപ്പോ പറഞ്ഞു വരുമ്പോ ഞാൻ ये आपको पहले देता है ये सामान पहले आपको दे दिया हाँ हाँ दे दिया दे दिया। മുമ്പ് കൊടുക്കാറുണ്ടെന്ന് എന്റെ അടുത്താ സാർ നിങ്ങൾക്ക് അറിയത്തില്ലേ? എനിക്കറിയാം അവിടുത്തെ എന്നെ ഇങ്ങനെ അറിയാതെ ഇയാൾ എന്തോന്നാണ് പണിക്കാരന്റെ പറയുന്നത്? പയ്യനാണ്. സാറേ ഇത് സംഭവം ഫുള്ള് ടൈപ്പായിട്ട് കള്ളത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുക ഭർത്താവിന് അറിയാം, ഭാര്യയ്ക്ക് അറിയില്ലെന്നാ പറയുന്നത്. വ്യക്തമായിട്ടാണ് അറിയാം. എനിക്കവിടെ പുല്ല് വെട്ടാൻ വന്നതാണ്. പക്ഷെ ഇയാൾക്ക് എന്നെ അറിയാന്നുള്ള പറയുന്നത് ഞാൻ കണ്ടിട്ട് बाद പോലില്ല. में स्कूटी पे रखता है സാമാനം മേടിച്ചിട്ട് ഈ സ്കൂട്ടിയിലെ വെച്ചേന്നു. ഞാനാ അതായത് അവന്റെ സപ്ലൈ ചെയ്യുന്നത് മേഡം എന്നാണ് പറയണത്. നീ ഇവരൊക്കെ എന്നെ അറിയാന്ന് എടാ, അവൻ പറയുന്നത് അവന് 2-3 സപ്ലൈ സോഴ്സുകളുണ്ട്. അതിലൊന്ന് കാക്കനാട്ടിലെ മേഡം എന്നാണ് പറയുന്നത്. രണ്ടെണ്ണം കൊടുത്താ പറയൂല അവൻ. കൊടുക്കാവുന്നൊക്കെ അവന് കൊടുത്തു കൊണ്ടുവന്നത്. കൊടുത്തോണ്ടെന്നല്ല അവൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവൻ എപ്പോഴും ഓടിപ്പോയാനെ, അവൻ പോകൂല. അവന് പോയി കഴിഞ്ഞാൽ പുറത്ത് വയ്ക്കുന്നവർ പൊക്കിക്കോളൂ തന്നെ. നിന്റെ ഹസ്ബൻഡ് പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ ഇപ്പൊ ഇവളുടെ കേസ് ഇവളുടെ പേരിലേക്ക് വല്ല കാര്യം വന്നത് ഞാനിപ്പോ പറഞ്ഞല്ലോ. ഇപ്പൊ എനിക്ക് അവനറിയാം ഇവളുടെ എങ്കിൽ പുള്ളിക്കാരനെ കൊണ്ടുപോവാ. പുള്ളിക്കാരനെ അത് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ വാങ്ങിയെങ്കിൽ പുള്ളിനെ കൊണ്ടുപോവാ. സാറാണോ വാങ്ങിയത്? ഞാൻ മേടിച്ചതല്ല. ഞാൻ പൈസ അവൻ ചോദിച്ചിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈസ മേടിച്ചു. പൈസ കൊടുത്തത് വൈഫാണ്. ആ. പക്ഷെ പൈസ അവന്റെ കയ്യിലേക്ക് ആ പൈസ തന്നെ കിട്ടിയത്. നിങ്ങൾ അഭിനയം നിർത്തിയിട്ട് കാര്യം പറ. അഭിനയം നിർത്തിയിട്ട് കാര്യം പറഞ്ഞോ. പൈസ കൊടുത്ത് നൽകിയത് ഭാര്യ, സാധനം വാങ്ങിയത് ഭർത്താവ്. അപ്പൊ ഭാര്യയ്ക്ക് ഇവനെ അറിയത്തില്ലെന്ന് പറയുമ്പോൾ അത് പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ കൊടുത്തതാണ്. അല്ലാണ്ട് ഇന്ന കാര്യത്തിന് ഇതിനാന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് നിങ്ങളുടെ പേരിലുള്ള വാഹനം, അത് നിങ്ങളുടെ വീട്ടിന്റെ പുറത്തുനിന്നാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പറയാം. കോമ്പൗണ്ടിന്റെ അകത്ത് വന്ന് അതിനകത്ത് താക്കോൽ ഇട്ടിരുന്നു. എന്തായാലും കോമ്പൗണ്ടിന്റെ അകത്തല്ലേ ഇരുന്നത്. താക്കോല് കിടക്കണ കണ്ടല്ലേ, ഇനി ആരെങ്കിലും കൊണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ താക്കോൽ വെച്ച് കൊടുത്തിട്ടായിരിക്കണല്ലോ കൊണ്ടുവയ്ക്കുന്നത്. അതെ. കുഴപ്പമൊന്നുമില്ല. എന്തായാലും കൊണ്ടുപോകും. ഇത്രയും കിട്ടിയാൽ മതി. ഇത്രയും സാധനം കിട്ടിയാൽ മതി. ജാമ്യം ഇല്ലാത്ത സാറേ എന്തിനാണ് ആ ഒരു കട്ട കിട്ടിയാൽ പോലെ. കിട്ടിയാൽ മതി. വേണ്ട, നമുക്കത് എടുക്കാൻ വേണ്ട വേണ്ട വരട്ടെ വേണ്ട മിസ്റ്റർ, ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ സാധനം നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് ബുക്ക് ചെയ്ത് അവന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇല്ല സാറേ, ഇല്ല, ഫോണൊന്നും ചെയ്യാൻ പറ്റില്ല. നീ പോയിട്ടില്ല, ഞാനല്ലേ പോയി. നീ കാര്യം പറഞ്ഞ നീ പോയിട്ടില്ല. ഇൻഫർമേഷൻ ഇവന് പൊക്കിയപ്പോ കിട്ടി. എവിടെ പോണം? ഇവിടേക്ക് എടുക്കാം. എടാ എന്തൊക്കെ പറഞ്ഞാലും മേഡത്തിന്റെ കോമ്പൗണ്ട് അറിയാതെ ഈ വണ്ടി വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? അത് പറയും. ഇല്ല. ഇല്ല. ആ പിന്നെ രാവിലെ കൊണ്ടുപോയപ്പോ ഞാൻ നോക്കിയത് അതിലൊന്നും ഇല്ല. നമുക്ക് ഒരിക്കലും ഭർത്താവിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള ഒരു വകുപ്പില്ല. കാര്യം വണ്ടി പുള്ളിയുടെ അല്ല. പുള്ളിക്കാരി പണയം വെച്ചതിന്റെ റിപ്പോർട്ടുണ്ട്. 2 പൈസ ഇത്ര രൂപ ചെലവാക്കി 1 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വണ്ടിക്കകത്ത് പുള്ളിയുടെ പേരിൽ തന്നെ RC ഓണറാണ്. അതെ. ഇതിലെല്ലാത്തിലും ഉപരി നമ്മൾ പൊക്കിയാൻ വ്യക്തമായിട്ട് അറിയാമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇനി ജാമ്യം കിട്ടില്ല. ജാമ്യം ഇല്ലെന്ന് പറഞ്ഞാൽ 90 ദിവസം കഴിയാതെ ജാമ്യമേ ഇല്ല. ഇനി അടുത്ത സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൊണ്ടു ചെന്ന് അവിടെ എല്ലാ മീഡിയസും കാണും, എല്ലാ ന്യൂസ് ചാനൽസും കാണും. അവരുടെ ഫ്രണ്ടിൽ വെച്ചായിരിക്കും നമ്മളിത് അവതരിപ്പിക്കുന്നത്. സാറേ ന്യൂസുകാരെയും കൂടെ സാറേ ന്യൂസുകാരൻ എടാ എടാ എനിക്ക് കാണുന്നതിന്റെ സങ്കടമുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഗോൾഡ് പണയം വെച്ചിട്ട് പുള്ളിക്കാർ 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. കുറച്ച് തെളിവുകൾ വ്യക്തമായിട്ട് പുള്ളിക്കാരുടെ പേരിൽ തന്നെ ഉണ്ട്. ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവരിപ്പോ തന്നെ പറയുന്ന താഴെ വീണ് കിടക്കുന്ന സാധനം ഞങ്ങൾ കൊണ്ടിട്ടാന്ന് വരെ പറഞ്ഞു. പക്ഷെ അതിനെ നല്ല വീഡിയോ കൊണ്ടുവന്നതാണ്. പിന്നെ കുട്ടി സ്കൂളിലെങ്ങാണ്ട് വരുന്നത്, കുട്ടിയെ വിളിച്ച് ദേവിത സ്റ്റേഷനിലേക്ക് വരുന്നത് കേട്ടോ. വണ്ടി പുറത്ത് പോയേക്കുവായിരുന്നു. വരും സാറേ. എനിക്ക് ഇവരുടെ അവസ്ഥയിൽ പുള്ളിക്കാരി കുട്ടിയൊക്കെ വരുന്നെന്ന്, കുട്ടിയെ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചോണ്ട് വരണവർക്ക് അത് നമുക്ക് സ്റ്റേഷനിൽ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. കാര്യം ഇല്ലെങ്കിൽ കുട്ടി എങ്ങനെ വന്ന് അമ്മ വാർത്താ മാധ്യമങ്ങളിലും മുന്നേ MDMA ആയിട്ട് നിൽക്കുന്നത് കാണുന്നത് ബുദ്ധിമുട്ടാവും.
ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇത് തെളിവോടെ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതാണ് പുള്ളിക്കാരിയുടെ ഇപ്പം കൊച്ചുങ്ങൾ വന്ന് പോയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. കുട്ടികൾ വന്നൊരിക്കൽ ഒരു അവസാനമായിട്ട് കണ്ടോട്ടെ. പക്ഷെ അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാ പിന്നെ ഈ കച്ചവടം ചെയ്യരുതായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ ഓർക്കണമല്ലോ. ഇനി പിന്നെ മറ്റു വേറെ നിയമ തടസ്സങ്ങളൊന്നുമില്ല. 90 ദിവസത്തിനകത്ത് നിങ്ങളുടെ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം. നിങ്ങളുടെ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കിടക്കാം. അത്രേ ഉള്ളൂ. ഹസ്ബൻഡിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പുള്ളിയുടെ അല്ലല്ലോ. സാധനം കിട്ടിയേക്കുന്നു. പുള്ളി വണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് മാത്രമേ പുള്ളിയുടെ ഭാഗത്തുനിന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പുള്ളി ഏറ്റെടുക്കണം. ഈ വ്യക്തിയെ വ്യക്തമായിട്ട് അറിയാന്ന് പറയുന്നു. അവന് നിങ്ങളെ വ്യക്തമായിട്ട് അറിയാന്ന് പറയുന്നു. ശരി മാഡം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹസ്ബൻഡ് പറയുന്നത് പാലാരിവട്ടത്തെ പ്രോപ്പർട്ടിയിൽ പുള്ളിക്കാരൻ ജോലിക്ക് വരുന്ന പയ്യനാണ്. പിന്നെ ഇവൻ എന്തിനാണ് എടപ്പള്ളി പോയത്? പാലാരിവട്ടത്ത് പുല്ലുവെട്ടുന്ന ഇവൻ എടപ്പള്ളിയിൽ എന്താ കാര്യം? അത് മാത്രമല്ല, നിങ്ങൾ ആ 1 ലക്ഷം രൂപ എന്തിനു യൂസ് ചെയ്ത്? പേടിക്കണ്ട, വിലങ്ങൊന്നും വെക്കില്ല. മീഡിയസിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വിലങ്ങ് വെക്കും. സാറേ, വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. അതുമല്ല, കുട്ടികൾ പഠിക്കാൻ പോയിരുന്നത് തിരിച്ചിപ്പോ വരും എന്നൊക്കെ പറയുന്നത്. അവരെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു വിലം കിടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. മീഡിയക്കാരെല്ലാരും മുന്നിൽ വെച്ച് അതൊരു സാറേ ഇവിടെ കുട്ടികളുണ്ട്, കരച്ചിലാന്നൊക്കെയാ പറയുന്നത്. കുട്ടികളുണ്ട് സാറേ, അവർക്ക് അറിയില്ല എന്നാണ് അവര് പറയുന്നത്. അവർക്കറിയത്തില്ല. സാറേ, ഇപ്പൊ വിലങ്ങ് വെച്ച് കൊണ്ടുപോകാനാണോ? ഓക്കെ സാർ. സാറേ, അവിടെ കുട്ടി വരുന്നുണ്ട്. കുട്ടിയെ കണ്ടിട്ട് വന്നാൽ മതി എന്ന് ചോദിക്കുന്നു. നമുക്ക് ബോഡി കാണിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അറിയാലോ, ഓരോരുത്തരും നമ്മൾ കൊണ്ട് ഒരു 2 ദിവസം ഇവര് ചാടി ഇറങ്ങി പോകും. ഓക്കെ സാർ. നടക്കാൻ പറ്റുമോ? ഓക്കെ സാർ. ഓക്കെ, കോപ്പി സാർ. സാറേ, ഇവർക്ക് എത്ര ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ട്? എന്തെങ്കിലും ചെയ്താൽ നിരപരാധി 10 ഗ്രാം എന്നല്ല സാർ, അതിന് മുകളിലുണ്ട്. അതുപോലെ കുറച്ച് തറ വീണ് ഫോറൻസിക് വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. താഴെ കുറച്ച് വീണിട്ടുണ്ട് തറയില്. 10 ലക്ഷം രൂപ വേണോ? സംസാരിച്ച് നോക്കട്ടെ. ഓക്കെ സാറേ, സാറേ എന്താ പറയുന്നത്? എന്തെങ്കിലും സെറ്റിൽമെന്റിന് തയ്യാറാണോ ഇല്ല എന്നുള്ളതൊന്നും അറിയാനാ. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് പിടിച്ചു കൊടുത്തിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഒരു നാണം കെടുത്തിട്ടോ ഇതല്ലെങ്കിൽ ഇതിങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാനാണ് പിന്നെ എന്തോന്നാ പോലീസ്? ഞങ്ങൾ സെറ്റിൽമെന്റ് നടത്തും. പിന്നെ ഞങ്ങൾക്ക് പൈസ തരുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെന്താണ്? നിങ്ങൾ ഇതല്ലാതെ തെളിയിക്കുന്ന കാര്യമാണ് സംസാരിച്ചത്. ഞങ്ങൾക്ക് തരുന്നതല്ല. ഇത് എവിടുന്ന് മേടിച്ച് എവിടുന്ന് കൊണ്ടുവന്ന് അതല്ല, നിങ്ങൾ അല്ലെന്ന് തെളിയിക്കുന്ന കാര്യം പറഞ്ഞത്. സെറ്റിൽമെന്റ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ത്? എനിക്ക് പൈസ തന്നിട്ട് നിങ്ങൾ ഇത് 100 വന്നാ? അതല്ല. ഞാനിപ്പോ ഇവന് ഇവിടെ എങ്ങനെ അറിയാന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞു. 2-3 വർഷമായിട്ട് എനിക്കൊരു नहीं है, थोड़ी पहले देखा है उधर ही, फिर नहीं हम पूछ रहे हैं कितना दफा देखा? 2-3 दफा देखा. कितना दफा? 3 दफा. 3 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നോ? 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സാധനം വാങ്ങി അവൻ നിങ്ങളിൽ വാങ്ങി കൊടുക്കാറുണ്ട്. നമ്മുടെ പ്രോട്ടോകോൾ ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ലേ? ഫോൺ സീസ് ചെയ്യണമെന്നാണ് സാർ. പ്രോട്ടോകോളിൽ നമുക്ക് ഫോൺ സീസ് ചെയ്ത് ന്യൂസ് ചാനലിന്റെ അടുത്ത് പ്രസന്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് തന്നെ പോകും. പക്ഷെ പുള്ളിക്കാരി പോലീസ് കൊണ്ടുവന്നവരുള്ള താമസമേ. ഇതാരുടെ ഫോണാണ്? ഇത് മാത്രം സീസ് ചെയ്യും, ബാക്കി നിങ്ങൾക്ക് റിലീസ് ചെയ്യും. ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിട്ട് അല്ല, സ്റ്റേഷനിൽ ആൾ വന്നിട്ട് റിലീസ് ചെയ്യും. ഫോണെല്ലാം തിരിച്ചു. ഈ ഫോണും പുള്ളിക്കാരെയും കൊണ്ടുപോകും. അല്ല, ഞാനിങ്ങനെ പുള്ളിക്കാരെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുള്ളല്ലോ. നമ്മൾ പിടിക്കുന്ന ആരും അവരുടെ സമ്മതിക്കാറില്ല. ആരും സമ്മതിക്കാറില്ല, ഒരിക്കലും ആരും സമ്മതിക്കില്ല. ആരേലും വന്ന് പറയോ? അവര് തെളിയിച്ചോളും. കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുകഴിഞ്ഞാൽ അവര് തെളിയിച്ചോളും. ഓൾറെഡി പരാതി വേണം. ഒന്നുമില്ലല്ലോ. പരാതിയല്ലേ, നമുക്ക് സാധനം കിട്ടിയത് ഇവിടുന്നല്ലേ. ഈ വീട് കാണിച്ചു ഈ വീടിനകത്ത് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്ക് ഒരു അറിയാതെ അന്യസംസ്ഥാന തൊഴിലാളിക്ക് എങ്ങനെ ഈ വീട് ഈ ഊട് എത്താൻ പറ്റി? വൈകുന്നേരത്തെ ന്യൂസിൽ അപ്ഡേറ്റ് ആവൂലേ കാര്യങ്ങൾ?
വൈകുന്നേരത്തേക്കൊക്കെ ആവില്ലേ? ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇനി അടുത്ത കാസർഗോഡാണ് അടുത്ത പ്രൊജക്റ്റ് കിടക്കുന്നത്. ഇത് തൂക്കി 4:30 ന്യൂസിനകത്ത് പോകും. മാഡം ഭക്ഷണം എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചു. ഇനി കഴിക്കാൻ പറ്റത്തില്ല. രാത്രിയിലൊക്കെ ആവും ജയിലിൽ. ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക. കുഞ്ഞുങ്ങളെ വല്ല കാണുകയുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടൊക്കെ നിങ്ങൾ ഒരു സമയമൊക്കെ ഞങ്ങൾ ചെയ്തുതരാം. തോന്നുന്നു നിങ്ങൾ പറ്റുമെങ്കിൽ കുഞ്ഞിനെ പോയി വിളിച്ചോണ്ടോ ഒന്ന് കണ്ടോട്ടെ. പോലീസ് ഒന്ന് കൊണ്ടുപോയ പിന്നെ ഒരു ഇല്ല രണ്ടുപേരും കൂടെ പോയാൽ സോറി ഓൾറെഡി പുള്ളിക്കാരി അറസ്റ്റായി. നിങ്ങൾ അറസ്റ്റായി. നിങ്ങൾ കസ്റ്റഡിയിലാണ് ഇപ്പം. വിലങ്ങ് വെക്കാൻ ഞങ്ങൾ വിലങ്ങ് സ്ക്വാഡായിട്ട് കൊണ്ടു നടക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കസ്റ്റഡിയിലായി. ഞങ്ങളെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ അങ്ങനെ വന്ന് നിൽക്കാറുള്ളൂ. അടുത്ത വട്ടം ഇനി കാണുമ്പോൾ ഈ രൂപ ആയിരിക്കത്തില്ല, ഞാൻ ഈ രൂപ ആയിരിക്കത്തില്ല. ഭക്ഷണം കിട്ടിയാലായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്ഷണം കഴിച്ച് കുഞ്ഞുങ്ങളെ കാണുന്നത് കണ്ടോ. അല്ല സാറേ, നമ്മുടെ ബാക്കി സ്ക്വാഡിനെ വിളി. നമ്മുടെ സ്ക്വാഡിനെ കൂടെ വിളി. പിടിച്ചല്ലേ, നമ്മുടെ സ്ക്വാഡും കൂടെ വേണ്ടേ. ഞങ്ങളുടെ സ്ക്വാഡിലും ലേഡീസ് ഉണ്ട്. അവർ വന്നാലും കുഴപ്പമില്ല. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കുട്ടികളെ. സോറി, വേഗം വരാൻ പറ. നമുക്ക് കാര്യം ഒഴിച്ചിട്ട് അടുത്തടുത്ത് പോവാം. ഒന്ന് കഴിച്ചതല്ലോ, വിശക്കുന്നു. സാർ, ഇത് MDMA കേസാണ്, അല്ലാതെ ചെറിയ തല്ലും പിടി കേസല്ല. അതെ, ഇവർക്ക് ഇനിയിപ്പോ ജയിലിൽ പോയി അങ്ങോട്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാലേ ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പൊ കഴിച്ചിട്ട് റെഡിയായി നിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് ഇനി കൈ കൊണ്ട് വാരി തിന്നാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ, അവരെങ്ങനെ തല്ലി ഓടിക്കുന്നു അത് കൊണ്ടുപോയി അത് പറയാൻ പറ്റില്ല. കയറ്റുന്നതൊക്കെ പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ തെളിയിക്കേണ്ടത് അവരാണ്. അവർ തെളിയിച്ചോളും. ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഫുഡ് അങ്ങനെ കഴിക്കണോ, ഡ്രസ്സ് മാറണമെങ്കിലൊക്കെ മാറിക്കും. നിങ്ങളിപ്പോ വിളിച്ചാണോ? അവർക്ക് ഇതിനകത്ത് ബന്ധമുണ്ടോ? അപ്പൊ ഏമാർക്ക് ഉണ്ടോ? പെട്ടാണോ? ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അവർക്ക് ഇതായിട്ട്? ഞാൻ പറയാം, തമാശ പറയല്ലോ. ഭക്ഷണം കൊടുത്തേക്ക്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാനക്കാലിയാ കാലിയാ അവൻ ഭക്ഷണം കഴിച്ചിട്ടേക്കാ. അതിൽ കാണാനുണ്ടെങ്കിലോ എടുക്കാണെങ്കിലോ. മേഡത്തിന്റെ മേഡത്തിന്റെ വീട് എവിടെ? സ്ഥലം എവിടെ? അവരുടെ അടുത്തെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ, സ്റ്റേഷനിൽ. വീട്ടിലുള്ള ഫാമിലി അവിടെ അവര് ചെയ്യുന്നുണ്ടോ, അതുവഴിയുള്ള ബന്ധമാണോ എന്തോന്നുള്ള വ്യക്തമായിട്ട് അന്വേഷിക്കണം. നിസ്സാര കേസല്ല ഇത്, MDMA ആണ്. മേഡം, ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും കൊണ്ടുപോകുന്നതല്ല. നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ പേരിലല്ലാതെ സത്യമായിട്ട് നിങ്ങളെ കൊണ്ടുപോകത്തില്ലായിരുന്നു. അതല്ല, ഇവനെങ്ങനെ, എനിക്കിപ്പോഴും സംശയം ഇവരെങ്ങനെ നിങ്ങളെ അറിയാന്നുള്ള. കുട്ടികളെ പറ്റി പോയി വിളിച്ചിട്ട് വന്നു. കുഞ്ഞുങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ട് പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ട് കേസ് നടത്തി 3 മാസം എടുക്കും. 3 മാസം എടുക്കും, പിന്നെ പുറത്ത് വരാം. നിങ്ങളെ ജയിലിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ കേസിൽ തെളിയിച്ചെന്നല്ല, നിങ്ങളെ കസ്റ്റഡിയിലാണ് ജയിലിൽ കൊണ്ടുവന്നത്. 90 ദിവസം പിന്നെ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്നിട്ട് ഇത് എടുത്തോണ്ട് പോകും. മേഡം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ സൂം ചെയ്ത് ഞങ്ങൾക്ക് എടുക്കാമായിരുന്നു. പ്ലീസ് പ്ലീസ് മേഡം, പ്ലീസ്. ഞങ്ങളത് സഹകരിക്കണം. ഞങ്ങൾ ദേഷ്യപ്പെടാനോ ഒന്നും വന്നില്ല. വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ്, വളരെ മാന്യമായിട്ട് രീതിയിൽ സഹകരിച്ചാണ് ഞങ്ങൾ ഇടപെടുന്നത്.
നിന്നോളന്നേ ദയവിട്ട് എനിക്കെല്ലാം Madam, please. പ്ലീസ് മാം. നാളത്തെ പത്രത്തിലോ ഇന്നത്തെ ചാനലിലോ വൈകുന്നേരത്തേക്കുള്ളോ നമ്മൾ ചാനൽസിന് ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഈ ക്ലിപ്പാണ്. ഓക്കെ സാറോട് നിന്നോ വീട്ടുപേരെന്താന്നുള്ള സാർ നമ്മളോട് നിന്നോ. അപ്പോൾ മാഡത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞോ. എന്താണ് പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആക്ച്വലി ഇത് കേൽ പ്രാങ്ക് എന്ന് പറയുന്നൊരു ചാനലിന്റെ കേൽ പ്രാങ്ക് എന്ന് പറയുന്ന ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ഉപ്പാണ് കൊണ്ടിരിക്കുന്നത്. ഉപ്പ് അത് നിങ്ങളെ ഇതിനകത്തുള്ള ഉപ്പ്. കേൽ പ്രാങ്ക് കാണാറുണ്ടോ? ഇവനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നേ ഞാൻ പറയും ഒരു ഹായൊക്കെ പറ. ഇങ്ങോട്ട് വന്നിക്ക് ഇങ്ങോട്ട് വാ. ഞങ്ങൾ ആക്ച്വലി ആക്ച്വലി ഇന്നലെ കൊല്ലത്ത് വന്ന് ഇന്നലെ പാതിരാത്രി ഇത് ചെയ്യാൻ വേണ്ടി വണ്ടി കയറി ഇവിടെ വന്നേ. എന്താ തോന്നി ഇത് ഞാൻ നാം രാഹുൽ. ഇത് ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ അലി എന്ന് പറയുന്ന ഒരു ഷെഫുണ്ട്. അവന്റെ അനിയനാണ്. അപ്പൊ അവൻ നാട്ടിൽ പോയപ്പോ അവന് വേണ്ടി വന്നത്. അപ്പൊ ഞങ്ങൾക്ക് അഭിനയിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അങ്ങ് പൊക്കിക്കാം എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഔട്ടർ എടുക്കാം ഇറങ്ങിയോ. അനുബ്രോ എവിടെ പോവാ? ഇങ്ങോട്ട് വാ. അനുബ്രോ ഇവിടെ നിന്നോ. നീ ഇവിടെ നിന്നോ. ഓക്കെ. അപ്പൊ മച്ചാമാരെ നമ്മളിപ്പം എറണാകുളത്ത് പടമുകള് വന്നിട്ട് നമ്മള് ഒരുത്തെ നല്ല രീതിയിൽ പറ്റിച്ചിരിക്കുകയാണ്. ഇത്താലോയ്ക്കോ ഇവരേതാ ഇവൻ എവിടെ നിന്ന് ദൈവമേ. ഇടയ്ക്കൊന്നും പറഞ്ഞേ അതെന്തോ പൈസ വരുന്നത് പൈസ തരാൻ പറ്റത്തില്ല. ആ സമയത്ത് അങ്ങനെ എന്തോ പറഞ്ഞങ്ങ് മാറ്റി. താങ്ക്സ് ഇക്കാടെ പേരെന്തായിരുന്നു? സലാവുദ്ദീൻ. ഇത്താടെ നസിയ. ഒരു ഹായ് പറ. അപ്പൊ ഇന്ന് നമുക്ക് ഈ പ്രാങ്ക് ഞാനിപ്പോ ഒറ്റയ്ക്ക് വന്ന് ചെയ്തായിരുന്നെങ്കിൽ ഇത്ര നാളത്തില്ല. അനുബ്രോ ഇടയ്ക്ക് വിളിക്കുന്നത് എനിക്കത് മനസ്സിലായി. അത് പറയാനാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വന്നത്. അതാ ഭയങ്കര സ്നേഹം കേട്ടോ. ഭയങ്കര സ്നേഹം. ഞാൻ കണ്ട് കരയാറാകുമ്പോ പറ ഞങ്ങൾ ആക്ച്വലി അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പൊ വിളിച്ച് നമ്മളെ കൊണ്ടുവന്ന ശ്രീ ബ്രോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്. വിളിച്ചല്ലേ? അപ്പൊ നമ്മളെ ഇന്ന് ഈ ഒരു വർക്ക് ഞാൻ ഒറ്റയ്ക്ക് സെറ്റ് ആകത്തില്ല. എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് അപ്പിയറൻസി വന്ന രാഹുൽ. അതുപോലെ നമ്മുടെ രാഹുൽ ഇന്ന് നല്ലതാണ് അഭിനയിച്ചത്. അതുപോലെ അനുബ്രോ ഇത് അൻവർ ബായ് അങ്ങനെ പറയും. നമുക്ക് ഇതിനു മുമ്പ് ഗുണ്ട പ്രാങ്കിനകത്തൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ മച്ചാമാരെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി പ്രാങ്കുകളോട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കോ വിളിക്കോ. ഇത് നമ്മൾ എവിടെയാണെങ്കിലും കേരളത്തിലെ നല്ല ഇന്ത്യയിലല്ല ദുബായിലും നല്ല എവിടെ വന്നാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് മൈ ഡിയർ ഫ്രണ്ട്സ് ബൈ കേച്ചിട്ടാ നമ്മൾ തൂക്കും.